പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഈ സമയം ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ചും ഈ നവംബർ മാസത്തിൽ ഞങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉന്നതമായ സ്വർഗീയ ചിന്തയിലേക്ക് ഞങ്ങളെ മാറ്റിയെടുക്കുവാനും അങ്ങ് ആഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും കത്തോലിക്ക തിരുസഭ മുഴുവനെയും ലോകമെമ്പാടുമുള്ള സകല മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറപ്പെടട്ടെ. സ്വർഗത്തിനു വേണ്ടി ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ഒരുക്കണമേ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലതീരാത്ത തിരിച്ചോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയുണ്ടാകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം സെമിത്തേരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ അർത്ഥങ്ങളും ലക്ഷ്യങ്ങളും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഇടമാണ് സെമിത്തേരി. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇടവക ദേവാലയത്തിലെ സെമിത്തേരിയിൽ പോയിട്ട് കുറേ സമയം ഇരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇടയായി. ആ പ്രാർത്ഥിച്ചതിനേക്കാൾ ഏറെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഒന്ന് മനസ്സിലാക്കാനും ചിന്തിക്കാനും സെമിത്തേരി എന്നെ സഹായിച്ചു. അത് നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം ഓടിപ്പിടിച്ചാലും എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും അതിൻ്റെ എല്ലാം അവസാനം നമ്മളെല്ലാവരും വരേണ്ട ഒരു ഇടമാണ് സെമിത്തേരി. അവിടെ എഴുതി വച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ, നാളെ നീ. ഈ ഒരു യാഥാർത്ഥ്യം നമ്മെ ഓരോരുത്തരെയും ഒരു വ്യക്തതയുള്ള ജീവിതത്തിലേക്ക് നയിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആയിരിക്കേണ്ട ഈ ജീവിതവും നമ്മൾ എത്തിച്ചേരേണ്ട ജീവിതവും അതിനിടയിൽ കടന്നു പോകേണ്ട ഒരു കാലഘട്ടവും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് സെമിത്തേരി. സെമിത്തേരിയിൽ നമ്മളായിരിക്കുമ്പോൾ അവിടെ കിടക്കുന്ന ആളുകളെ ഒന്ന് ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, ജീവിതത്തിൽ നല്ലവണ്ണം യുദ്ധം ചെയ്ത് ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം സംരക്ഷിച്ച് കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളായി ജീവിച്ച് ഇതാ ഉറക്കത്തിൽ ആയിരിക്കുന്ന ഓരോ കല്ലറയുടെ മുകളിലും എഴുതി വച്ചിട്ടുണ്ടല്ലോ, റെസ്റ്റ് ഇൻ പീസ്, ശാന്തമായി വിശ്രമിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ കബറിടങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ടവരെ അടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ കാര്യം ശാന്തമായ ഒരു വിശ്രമം അവിടെ കൊള്ളുന്നൊരവസ്ഥയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വപ്നങ്ങളോടെ ഓടിപ്പാഞ്ഞവർ അതെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇതാ സെമിത്തേരി കിടക്കും. ഇനി കുറേ പേരെങ്കിലും വലിയ സ്വപ്നത്തോടെ ഓടി നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രിയിൽ അവസാനിച്ച് സ്വപ്നങ്ങൾ പൂവണിയാതെ കിടക്കുന്നവരും സെമിത്തേരിയിലുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞുനാളിൽ മരിച്ചുപോയ മക്കൾ സെമിത്തേരിയിലുണ്ട്. സെമിത്തേരി എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ മക്കളുടെ കണ്ണുനീര് വീണ സ്ഥലമാണ്. ഒത്തിരി വിരഹ ദുഃഖത്തിൻ്റെ, മാതാപിതാക്കളുടെ കണ്ണുനീര്, മക്കളുടെ കണ്ണുനീര്, ജീവിത പങ്കാളിയുടെ കണ്ണുനീര്, ഒത്തിരിയേറെ കണ്ണുനീര് വീണ സ്ഥലമാണ് സെമിത്തേരി. എത്ര കരഞ്ഞാലും എന്തെല്ലാം പ്രാർത്ഥിച്ചാലും പ്രിയപ്പെട്ടവരെ, ഒരു സെമിത്തേരി അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാകാത്ത ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സെമിത്തേരി, നമ്മുടെയൊക്കെ സെമിത്തേരിയിൽ ഈ നവംബർ മാസത്തിൽ എന്നെങ്കിലും ഒരു ദിവസം കുറച്ച് സമയം സെമിത്തേരി പോയിരുന്നിട്ട് ധ്യാനിക്കണം. അത് ശരിക്കും ധ്യാനിച്ചാൽ നമ്മുടെ ഈ വാശിപിടുത്തവും നമ്മുടെ ഈ അഹങ്കാരവും നമ്മുടെ ഈ വെറുപ്പും നമ്മുടെ ഈ വഴക്കും നമ്മുടെ ഈ ജഡികാസക്തിയും നമ്മുടെ ഈ മദ്യപാനവും നമ്മുടെ സകലമാന മേഖലകളിലും ഒരു വലിയ മാനസാന്തരവും വലിയ മാറ്റം ഉണ്ടാവും. ഇതൊരു അടിസ്ഥാനപരമായ ഒരു സത്യമായിട്ട് നമുക്കെടുക്കാൻ സാധിക്കണം. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ശവശരീരങ്ങൾ, നമ്മൾ മരിച്ച് നമ്മുടെ ശവശരീരങ്ങൾ കുഴിയിൽ അടക്കണക്കാന് മുമ്പ് ആ കുഴി വെഞ്ചിരിച്ചിട്ട് അച്ഛനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കുഴി വെഞ്ചിരിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പറയുന്നത്, മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം കൊള്ളേണ്ട ഈ ഖബറിടം ആശീർവദിക്കണമേ, പവിത്രീകരിക്കണമെന്ന് പറഞ്ഞ്
ഹന്നാം വിളക്ക് തെളിച്ച് ധൂപിച്ച് നമ്മുടെ ഈ ശരീരത്തെ എന്താണ് ഇത് നമ്മൾ അറിയണം. ജീവിച്ചിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയണം. എന്താണ്? മാമോദീസായാൽ മുദ്രിതമാണ് ഈ ശരീരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ബോധ്യം നൽകുന്ന ഒരു വലിയ ധ്യാനമാണ് സെമിത്തേരിയ ധ്യാനം, കുഴിവെഞ്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തെ ധ്യാനം. എന്താണ്? മാമോദീസായാൽ മുദ്രിതം. എൻ്റെ പ്രിയപ്പെട്ട ക്രിസ്ത്യാനി, നിനക്കറിയോ, നമ്മൾ അറിയണം, മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് കത്തോലിക്ക പുരോഹിതൻ തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ നമ്മെ മാമോദീസ മുക്കുമ്പോൾ ആ വിശുദ്ധ തൈലം കൊണ്ട് നമ്മുടെ നെറ്റിയിലും ചങ്കത്തും കുരിശു വരച്ചിട്ട് പറയും, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ ലേപനം ചെയ്യുന്നു. നമ്മുടെ നെറ്റിയിലും നമ്മുടെ ചങ്കത്തും കുരിശു വരയ്ക്കും. ആരുടെ നാമത്തിൽ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുദ്രിതമാക്കപ്പെട്ടതാ എൻ്റെ ശരീരം, നിന്റെ ശരീരം. വീണ്ടും ഹന്നാമ്പലം എടുത്തിട്ട് പിതാവിൻ്റെയും ആമേൻ പുത്രൻ്റെയും ആമേൻ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നുവെന്ന് പറഞ്ഞ് ആമേൻ പറഞ്ഞ് മാമോദീസ സ്വീകരിച്ചവരെ നമ്മളൊക്കെ. ഈ ശരീരത്തെക്കുറിച്ചൊരു അഭിമാനം വേണം പ്രിയപ്പെട്ട മക്കളെ. ഈ ശരീരം മാമോദീസായാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ത്രിയേക ദൈവത്തിൻ്റെ ശക്തമായ നാമത്തിൽ മുദ്രിതമാക്കപ്പെട്ട ശരീരമാണ് ഈ ശരീരം. അതുപോരാ, പിന്നെന്താണ്? പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടം. ഈ ശരീരം വിശുദ്ധ കുർബാന, യേശുവിൻ്റെ പിടയ്ക്കുന്ന ശരീരവും ചുടുചോരയും പലവട്ടം ആവർത്തിച്ച് വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിച്ചതാ ഈ ശരീരത്തിൽ. ഇത് പറയുമ്പോൾ തന്നെ ഇടയ്ക്കൊക്കെ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, പൗരോഹിത്യ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ പടക്കണ ശരീരവും രക്തവും എടുത്തുയർത്തുന്ന അഭിഷിക്ത കരങ്ങൾ, ഓരോ ദിവസവും ഈശോയെ സ്വീകരിക്കുന്ന ശരീരം, ഇത് എത്രമാത്രം വിശുദ്ധമാണ്, എത്രമാത്രം പരിശുദ്ധമാണ്, എത്രമാത്രം വിശുദ്ധിയോടെയും പരിശുദ്ധിയോടെയും കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഈ ധ്യാനമൊക്കെ നമ്മുടെ ജീവിതത്തെ, അനുദിന ജീവിതത്തെ, നമ്മുടെ പ്രവൃത്തികളെയൊക്കെ ഒത്തിരി ക്രമപ്പെടുത്തേണ്ട ഉത്തരവാദിത്വങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, ഈ സത്യം മറന്നിട്ട് നമ്മൾ ഈ ശരീരത്തെ സ്വയംഭോഗത്തിന് വേണ്ടി, ജഡിക പാപത്തിന് വേണ്ടി, മദ്യപാനത്തിന് വേണ്ടി, മറ്റു മ്ലേച്ഛപ്രവൃത്തികൾക്ക് വേണ്ടി, കാണാനും തിന്നാനും കുടിക്കാനും ആസ്വദിക്കാനും വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞെ, ഞാനും നീയും മറന്നു പോവുകയാണ്. ഈ ശരീരം മാമോദീസായാൽ മുദ്രിതമാണ്, വിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടമാണ്. വീണ്ടും പറയാ, വിശുദ്ധ തൈലത്താൽ അഭിഷിക്തം. തൈലേപനം സ്വീകരിച്ചില്ലേ? വീണ്ടും അഭിഷിക്തമായ ലേപനം ചെയ്യപ്പെട്ട അവസ്ഥ. അന്ത്യകൂദാശ നമുക്ക് ലഭിക്കുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അന്ത്യകൂദാശ നമുക്ക് ലഭിക്കും. ആ സമയത്തും കത്തോലിക്ക പുരോഹിതൻ വിശുദ്ധ തൈലം കൊണ്ട് നമ്മുടെ നെറ്റിയിലും കണ്ണിലും അധരങ്ങളിലും കാതുകളിലും കൈകളിലും കാലുകളിലും ലേപനം ചെയ്ത്, അതായത് കണ്ണുകൊണ്ട് ചെയ്ത പാപം, കൈകൊണ്ട് ചെയ്ത പാപം, കാലുകൊണ്ട് ചെയ്ത പാപം കർത്താവെ അങ്ങയുടെ വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കി അതിൻ്റെ ശക്തികളെ നിർവീര്യമാക്കി ഈ ശരീരത്തെ വിശുദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അന്ത്യകൂദാശ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവത്തിൻ്റെ പൈതൽ ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോണ്ടല്ലോ, ഈ ശരീരത്തെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കും, വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കും, അതോടൊപ്പം തന്നെ ദൈവിക ചൈതന്യത്തിൽ കാത്തു സൂക്ഷിക്കും. അങ്ങനെ ജീവിച്ച് അവസാനിച്ച ശരീരമാണ് ഈ കല്ലറയുടെ മുകളിൽ കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഈ സെമിത്തേരിയ ധ്യാനവും കല്ലറ ധ്യാനവും ഒക്കെ നമ്മൾ നടത്തുമ്പോൾ ഞാനെപ്പോഴും പറയും, ഇടയ്ക്കെങ്കിലുമൊക്കെ പോയി ഒരു കുഴിയുടെ അരികിലിരുന്ന് പ്രാർത്ഥിക്കണം. ചില വിശുദ്ധരൊക്കെ ഉണ്ട്, നിങ്ങൾ വായിച്ചു കാണും, അവരുണ്ടല്ലോ സ്വന്തം കുഴി, കല്ലറ കുഴിച്ചു വെച്ചിട്ട് ദിവസത്തിൽ ഒരു 10-15 മിനിറ്റ് ആ കല്ലറയുടെ അടുത്ത് പോയിരുന്ന് ധ്യാനിക്കും. ഞാൻ കിടക്കേണ്ട കല്ലറയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നാളുകൾ കിടക്കേണ്ട ഒരു കല്ലറ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഏതെങ്കിലും പള്ളിയിലോ എവിടെയെങ്കിലുമൊക്കെ, ഇടവകയിലോ അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ആശ്രമ ദേവാലയത്തിനോടടുത്തോ എവിടെയെങ്കിലും ആ കല്ലറയിൽ നമ്മൾ അടുത്ത് പോയി ധ്യാനിക്കണം. ഇത് ഞാൻ നമുക്കറിയാം, നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വർഷക്കാലം കിടന്നുറങ്ങേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ കല്ലറ. നമ്മുടെ വീടിനേക്കാളും കൂടുതൽ ഗൃഹാതുരത്വമുള്ള ഒരു ഇടമാണ് നമ്മുടെ കല്ലറ. അതുകൊണ്ട് കല്ലറ ധ്യാനം വളരെയേറെ നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കല്ലറയിൽ കിടക്കേണ്ട ഞാൻ എങ്ങനെയായിരിക്കണം? മാമോദീസായാൽ മുദ്രിതമായതിൻ്റെ പരിശുദ്ധി, പരിശുദ്ധ കുർബാനയാൽ യേശുവിൻ്റെ ആലയമായി തീർന്ന ഈശോ പറഞ്ഞില്ലേ, എൻ്റെ ശരീരം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 53-ാം വചനത്തിൽ ഈശോ പറഞ്ഞത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇത് യേശുവിൻ്റെ ആലയമാണ്.
യേശുവിൻ്റെ ശരീരമാ, യേശു വസിക്കുന്ന സ്ഥലമാ. ഇതിനെ ഒരിക്കലും ഒരു വേശ്യയുടെ ഉപകരണമാക്കാൻ പാടില്ലെന്ന് പൗലോസ് ശ്ലീഹ വ്യക്തമായി പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ ചിന്തകളൊക്കെ നമ്മളെ ഒത്തിരി വിശുദ്ധിയിലേക്ക് നയിക്കും, ഒരു മ്ലേച്ഛതയ്ക്കും വിട്ടുകൊടുക്കാത്ത ഒരു പരിശുദ്ധിയിലേക്ക് നയിക്കും. അപ്പോൾ ഇതുപോലെ ആയി ജീവിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം ഈ ചിന്തകളും ഈ ധ്യാനങ്ങളും നമുക്ക് തരികയാണ്. വീണ്ടും അവിടെ പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം. ആ വാക്ക് ശരിക്കും ശ്രദ്ധിക്കണം. അതായത് രണ്ടാമത്തെ ആഗമനമുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വചനത്തിൽ കർത്താവ് പറയാണ്, ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ആര്? കല്ലറകളിലുള്ളവരെല്ലാം. എത്ര പേർക്ക് ഈ വചനത്തിൻ്റെ സത്യചിന്തയുണ്ട്? എത്ര പേർക്കുണ്ട്? നൈമിഷികമായ ഈ ലോക ജീവിതം കഴിഞ്ഞ് നമ്മളായിരിക്കുന്ന ഇടവക ദേവാലയത്തിൽ സെമിത്തേരിയിലെ കല്ലറയിൽ നമ്മളെല്ലാവരും, നമ്മുടെ കാരണവന്മാരൊക്കെ, ഞാൻ ഈ സെമിത്തേരിയിലേക്ക് ചെല്ലുമ്പോൾ ഞാനെങ്ങനെ ഓർക്കും, അതായത് നമ്മുടെ ഈ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഉറക്കെന്നൊക്കെ നമുക്കറിയാം, മരണം ഉറക്കാണെന്നൊക്കെ നമുക്കറിയാം. അപ്പം ഇവിടെ നമ്മുടെ ഉറക്കത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഓടി മടുത്ത് കിടന്നുറങ്ങാന്ന് ഓർത്താൽ എങ്ങനെ കിടന്നുറങ്ങും? കാരണവന്മാർ പറഞ്ഞ പോലെ അതേ കിടക്കണില്ല, വാഴത്തട വെട്ടിയിട്ട പോലെ ഇങ്ങനെ ബെഡോട് ബെഡായി ചേർന്ന് ഇങ്ങനെ കിടന്നുറങ്ങും. ഇതുപോലെയാണ് നമ്മൾ നല്ല പോലെ ഈ ലോകത്തിൽ, ഈ ജഡത്തിൽ, ഈ പൈശാചികത നിറഞ്ഞ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഒത്തിരി അധ്വാനിച്ച് ജീവിക്കണേ. അങ്ങനെ മരിച്ചു കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നത്, മണ്ണോട് മണ്ണായി ചേർന്ന്, ബെഡോട് ബെഡായി ചേർന്ന പോലെ മണ്ണോട് മണ്ണായി ചേർന്ന് അഴുകി ഒന്നായിട്ട് കിടന്ന ഒരൊറ്റ ഉറക്ക, സൂപ്പർ സ്ലീപ്പാന്ന് പറയാം. അങ്ങനെ ഉറങ്ങുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഈ കല്ലറയിൽ വസിക്കുന്നവരെല്ലാം അവൻ്റെ സ്വരം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഉയർപ്പുണ്ട്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ പോലെ നമുക്കൊരു ഉയർപ്പുണ്ട്. അതുകൊണ്ട് അതായത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം കൊള്ളേണ്ട കബറിടം. നമ്മൾ ഈ മരിച്ചുപോയവരുടെ ശവസംസ്കാരത്തിനും അല്ലെങ്കിൽ തിരുക്കർമ്മങ്ങൾക്കൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ ചിലരെങ്കിലുമൊക്കെ ഈ ശവത്തിൻ്റെ മേൽ റീത്ത് വയ്ക്കാറുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? റീത്ത് വയ്ക്കുന്നുണ്ട്. ഇന്നത് മാറിയിട്ട് ബൊക്കയും പൂവൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. പക്ഷെ റീത്താണ് അതിൻ്റെ അർത്ഥപൂർണമായ ഒരു പ്രവൃത്തി, ഒരാശംസിക്കലാണ്. എന്താണ് റീത്ത് വയ്ക്കലിൻ്റെ ആശംസ? അതായത് മറ്റൊന്നുമില്ല, റീത്ത് എന്ന് പറഞ്ഞാൽ ഒരു വൃത്തമാണ്, ഒരു സർക്കിളാണ്. ഈ റീത്ത് വച്ചിട്ട് നമ്മൾ എന്താ ആശംസിക്കുന്നതെന്ന് അറിയോ? റീത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ സർക്കിളിൻ്റെ പ്രത്യേകത, സർക്കിളിന് ഒരു ആരംഭമില്ല, അവസാനമില്ല. ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആരംഭം എവിടെയാ, അവസാനം എവിടെയാ? ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ആരംഭമില്ലാത്ത, അവസാനമില്ലാത്ത ഒരു ജീവിതം, അതാണ് നിത്യജീവിതം. ആരംഭമില്ലാത്ത, അവസാനമില്ലാത്ത ഒരു ലൈഫ്. ഇങ്ങനെ പറയാ, ഐ വിഷ് യു ആൻ എവർലാസ്റ്റിംഗ് ലൈഫ്, ആൻ ഇറ്റേണൽ ലൈഫ്. ഞാൻ നിനക്ക് ഒരു നിത്യജീവിതം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ശവത്തിൻ്റെ മേൽ റീത്ത് വയ്ക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ, നമ്മുടെ പ്രാർത്ഥനയുടെ ഓരോ പ്രവൃത്തിയുടെയും അടിസ്ഥാനത്തിൽ ഈ ഒരു ലക്ഷ്യമുണ്ട്, സ്വർഗപ്രാപ്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സെമിത്തേരിയിൽ ഇവരെല്ലാവരും കിടന്നുറങ്ങുകയാണ് ശാന്തമായ വിശ്രമത്തിൽ. അതായത് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ഒരു വലിയ വിശ്രമത്തിലാണ് മരിച്ചുപോയവരൊക്കെ. അപ്പം നമ്മുടെ സെമിത്തേരിയിലെ മണ്ണിൽ നമ്മുടെ കാരണവന്മാർ, അപ്പൻ്റെയും അമ്മയുടെയും കൈവഴികളിലുള്ള അനേക മക്കള് മണ്ണിൽ ഇതാ ശാന്തമായി വിശ്രമിക്കാം. ആ മണ്ണിൽ അവരുടെ ശരീരത്തിൻ്റെ സത്തയുണ്ട്. പക്ഷേ അവസാന വിധി ദിവസം വിധികാഹളം മുഴങ്ങുമ്പോൾ ഈ മണ്ണിൽ നിന്ന് ആ സത്ത വീണ്ടും ഒരുമിച്ച് കൂടി ശരീരങ്ങളായിട്ട് മാറി, വീണ്ടും വേർപെട്ടു പോയ ആത്മാവ് തിരിച്ചു വന്ന് ഈ ശരീരത്തിന് മേൽ ആവസിച്ച് മഹത്വീകരിക്കപ്പെട്ട ശരീരങ്ങളായിട്ട് ഉയർത്തെഴുന്നേൽക്കും. അതാണ് വിശ്വാസ പ്രമാണം വായിക്കുന്ന ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരങ്ങൾ ഈ സെമിത്തേരിയുടെ മണ്ണിൽ അലിഞ്ഞു ചേർന്നാലും അവിടെ കിടന്ന് വിശ്രമിച്ചാലും ഈ ശരീരം ഈ മണ്ണിൽ നിന്ന് അതിൻ്റെ സത്ത എവിടെയുണ്ട്? ഈ മണ്ണിലുണ്ട്, വേറെ എവിടെയും പോണില്ല. ഈ ശരീരത്തിൻ്റെ സത്ത മണ്ണിൽ അലിഞ്ഞു ചേർന്നത് ഈ മണ്ണിൽ തന്നെയുണ്ട്.
അവൻ്റെ വിധി അവൻ്റെ സ്വരം കേൾക്കുമ്പോൾ ആ നിമിഷം ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്ന നമ്മുടെ ശരീരത്തിന് സത്ത വീണ്ടും ഈ ശരീരമായിട്ട് മാറിയിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പറയുക. പ്രിയപ്പെട്ടവരെ, ഈ ഉയർത്തെഴുന്നേൽക്കുന്ന അവസ്ഥ, അതുകൊണ്ട് സെമിത്തേരി എന്ന് പറയുന്ന ഒരു വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റിക്കളയാൻ പാടില്ല. ദാനിയേലിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം നാം വായിക്കുന്നുണ്ട്. ദാനിയേൽ 12:2 അവിടെ ഇങ്ങനെ വായിക്കുകയാണ്: ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും. യുഗാന്തത്തെക്കുറിച്ച് പറയാം. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും. അതാ ഈശോ പറഞ്ഞേ, അതായത് ന്യായവിധി, നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പ്, തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പ്. അതോടൊപ്പം തന്നെ എന്താണ്? നിത്യജീവനും നിത്യനിന്ദയ്ക്കുമായിട്ട് പുറത്തേക്ക് വരും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളുടെ വലിയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ എപ്പോഴും ഒരു ധ്യാന ചിന്തയായിട്ട്, ഒരു സെമിത്തേരി ചിന്ത നമുക്കുണ്ടാകണം. നമ്മുടെ കല്ലറ ചിന്ത നമുക്കുണ്ടാകണം. ഈ വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയോ സ്പെയിനിൽ അറിയപ്പെടുന്ന ഒരു വിശുദ്ധനാണ്. അദ്ദേഹം രാജകൊട്ടാരത്തിലെ വലിയ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയോട് രാജാവിനും രാജ്ഞിക്കും എല്ലാവർക്കും ഭയങ്കര സ്നേഹം. ആ കാലഘട്ടത്തിലാണ് എലിസബത്ത് രാജ്ഞി, സുന്ദരിയായ രാജ്ഞി, സൗന്ദര്യത്തിൻ്റെ പര്യായം എന്ന് ലോകം മുഴുവനും വാഴ്ത്തിയിരുന്ന എലിസബത്ത് രാജ്ഞി. ആ രാജ്ഞിക്ക് ഫ്രാൻസിസ് ബോർജിയോയോട് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം കൊട്ടാരത്തിലെ വലിയ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് വലിയൊരു സ്നേഹവും താല്പര്യവും രാജാവിനുമുണ്ട്, രാജ്ഞിക്കുമുണ്ട്. അങ്ങനെ അദ്ദേഹം, ഈ ഫ്രാൻസിസ് ബോർജിയ, ദൂരസ്ഥലത്തേക്ക് ഒരു യാത്രയ്ക്ക് വേണ്ടി പോയി, രാജ്യത്തിൻ്റെ കാര്യത്തിന് വേണ്ടി യാത്രയ്ക്കായി പോയിരിക്കുക. ആ സമയത്താണ് പെട്ടെന്ന് ഒരു രോഗാവസ്ഥയിൽ എലിസബത്ത് രാജ്ഞി മരണപ്പെടുക. അദ്ദേഹത്തിന് പെട്ടെന്ന് വരാൻ പറ്റിയില്ല. രാജ്ഞിയുടെ ശവശരീരം കല്ലറയിൽ അടക്കി. അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണ് ഈ ഫ്രാൻസിസ് ബോർജിയ തിരിച്ചു വരുന്നത്. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൊണ്ടും ഈ കല്ലറ തുറന്ന് രാജ്ഞിയുടെ ശവശരീരം കാണാനായിട്ട് അനുവദിക്കണം. അങ്ങനെ കല്ലറ തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ചീഞ്ഞ് തുടങ്ങിയിരിക്കുന്ന, വികൃതമായിരിക്കുന്ന, വിരൂപമായിരിക്കുന്ന ആ ശവശരീരം കണ്ടിട്ട് ഈ ഫ്രാൻസിസ് ബോർജിയോ പൊട്ടിക്കരഞ്ഞു. സൗന്ദര്യത്തിൻ്റെ പര്യായമായ രാജ്ഞി, ഈ ലോകത്തിൽ അറിയപ്പെട്ട സൗന്ദര്യത്തിൻ്റെ ഉടമയായ രാജ്ഞി ഇതാ ഈ കല്ലറയിൽ ആയിരിക്കുന്ന അവസ്ഥ കണ്ടിട്ട് ഈ മനുഷ്യൻ ആ നിമിഷം ലോകത്തിൻ്റെ നൈമിഷികത, സൗന്ദര്യത്തിൻ്റെ നൈമിഷികത ഇതെല്ലാം ധ്യാനിച്ച് കണ്ടെത്തി മനസ്സിലാക്കിയിട്ട് ആ നിമിഷം അദ്ദേഹത്തിൻ്റെ ലോകബന്ധം വിട്ടുപേക്ഷിച്ച് ഫ്രാൻസിസ് ബോർജിയ ഒരു സഭയിൽ ചേർന്ന് കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകനായിട്ട് മാറി സന്യാസം വരിച്ച് ലോകബന്ധം വിട്ടുപേക്ഷിച്ച് സമ്പത്തും മറ്റ് ജഡിക സുഖങ്ങളെല്ലാം വിട്ടുപേക്ഷിച്ച് ഒരു സന്യാസിയായിട്ട് ജീവിച്ച് ഒരു മഹാവിശുദ്ധനായിട്ട് തീരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോക ജീവിതത്തിൻ്റെ നൈമിഷികതയും മരണശേഷം നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദൈവത്തിലേക്കും ദൈവകൃപയിലേക്കും ദൈവത്തോടുള്ള ബന്ധത്തിലേക്കും ലോകത്തെ വിട്ടുപേക്ഷിക്കാനും ജഡിക സുഖത്തോട് വേണ്ടെന്ന് പറയാനും അതോടൊപ്പം തന്നെ ഈ നൈമിഷികമായ നേട്ടത്തിൻ്റെ പിന്നാലെയുള്ള ഓടിപ്പാച്ചലുകൾ അവസാനിപ്പിക്കാനും അതിലേറെ നമ്മുടെ ചിന്തകളെ ദൈവോന്മുഖമാക്കാനുമൊക്കെ ഇടയാക്കും. അതുകൊണ്ട് ഇന്ന് ഈ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ നവംബർ മാസത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുന്ന, നമ്മുടെ ശരീരങ്ങളെ സ്വർഗത്തിനു വേണ്ടി വിശുദ്ധീകരിക്കുന്ന, നമ്മുടെ ശരീരങ്ങളെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗപ്രാപ്തിക്ക് വേണ്ടി യോഗ്യമാക്കുന്ന ഒരു വലിയ മാനസാന്തരത്തിലേക്ക്, ഒരു ക്രമപ്പെടുത്തലിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നയിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഈ നവംബർ മാസം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ശവകുടീരങ്ങളിൽ ഈ ഉയർപ്പിന് വേണ്ടി കാത്തുകിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമാവിധത്തിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലെത്തിച്ചേരണം. അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ, നമുക്ക് അവർക്ക് വേണ്ടി ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ സാധിക്കണം. നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർ അറിഞ്ഞും അറിയാതെയും ശരീരത്തിൽ ജഡത്തിൽ ചെയ്തുകൂട്ടിയ പാപങ്ങൾ,
സ്വർഗത്തെക്കുറിച്ച് ചിന്തയില്ലാതെ ജീവിച്ചു പോയ ജീവിതങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ജീവിതത്തിലെ വീഴ്ചകൾ, കുറവുകൾ, നമുക്കറിയാവുന്ന മേഖല, മദ്യപാനം, ജഡിക പാപങ്ങൾ, അവിഹിത ബന്ധം, ദാമ്പത്യ അവിശ്വസ്തത, അതോടൊപ്പം തന്നെ ലോക സുഖഭോഗത്തിൻ്റെ പിന്നാലെ പോയി കൂദാശയില്ലാതെ, യേശുവില്ലാതെ, മാമോദീസായാൽ മുദ്രിതമാണ് ഈ ശരീരമെന്ന് തിരിച്ചറിയാതെ, പരിശുദ്ധ കുർബാന അതിലൂടെ പരിപുഷ്ടമായതാണെന്ന് തിരിച്ചറിയാതെ ജീവിച്ചു പോയ ജീവിതങ്ങളെ ഓർത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി നമ്മൾ തമ്പുരാനോട് മാപ്പ് ചോദിച്ച് ഈ ആത്മാക്കൾക്ക് വേണ്ടി, ദൈവ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുള്ള വലിയൊരു സമയമാണിത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തൊക്കെ ഈ ആത്മാക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ദാനധർമ്മങ്ങളും സൽപ്രവർത്തികളും ഒക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ തന്നെ ത്യാഗങ്ങൾ ഏറ്റെടുക്കണം. ജപമാല ചൊല്ലി ശക്തമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച്, പിതാവേ ഞങ്ങളുടെ മേലും ശുദ്ധികനാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ ഒരു സ്നേഹവും ഒരൈക്യവും ജീവിച്ചിരിക്കുന്നവർ ഇടയിൽ സംഭവിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരങ്ങളെ, വീണ്ടും പറയാം, നമ്മുടെ ശരീരങ്ങളെ ഏറ്റവും വിശുദ്ധമായിട്ടും ശ്രേഷ്ഠമായിട്ടും കാത്തു സൂക്ഷിക്കണം. ഇതിൻ്റെ ചൈതന്യം, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. മാമോദീസായാൽ മുദ്രിതമാ, പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടമാ, ഇത് ഉയർത്തെഴുന്നേൽക്കേണ്ടതാ, ഇത് സ്വർഗത്തിൽ പോകേണ്ടതാ. ഒരു കാരണവശാലും നരകത്തിൽ പോകാൻ പാടില്ല. നിർബന്ധ ബുദ്ധിയെ ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ ശക്തമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അതിനുവേണ്ട അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധരെ കണ്ടു പ്രാർത്ഥിക്കുക. മാലാഖമാരെ വിളിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ സ്വർഗത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യത്തിൽ ഈ ജീവിതം ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. അങ്ങനെ നമ്മൾ ഈ ജീവിതം ജീവിക്കുമ്പോൾ, വീണ്ടും അച്ഛൻ എപ്പോഴും പറയും, ഈ ചിന്തകളും ഈ ജീവിതങ്ങളുമൊക്കെ നമ്മുടെ ജീവിതങ്ങളെ നല്ല ജീവിതങ്ങളാക്കി മാറ്റും. ഇതറിയുന്ന നമ്മുടെ മക്കള്, യുവമക്കള് ഒരിക്കലും ഒരു പാപത്തിൻ്റെ പിന്നാലെ പോകത്തില്ല. നമ്മുടെ മരിയാങ്കൂരെത്തിയത് നമുക്കറിയാം. 13-ാമത്തെ വയസ്സിൽ ഈ കുഞ്ഞ് രക്തസാക്ഷിയാകാനുള്ള കാരണം വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിച്ച ഈ ശരീരം പാപത്തിലൂടെ മലിനമാക്കി നശിക്കാൻ പാടില്ലെന്നുള്ള അമ്മ പറഞ്ഞ ആ വലിയ കാര്യം സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ച് ജീവിച്ചപ്പോൾ ഒരു പാപത്തെക്കാളും മരിക്കാൻ ആ കുഞ്ഞ് തയ്യാറായി. ഇന്ന് എത്ര മക്കൾ അതിന് തയ്യാറാകും? ഈ ഒരു ചിന്ത വേണം. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ശരീരം ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ല. ഇത് സ്വർഗത്തിലെത്തണം. ഈ ഒരു ചിന്തയോടുകൂടി ജീവിക്കുമ്പോൾ നമ്മുടെ മക്കള്, നമ്മുടെ ജീവിതങ്ങൾ എത്രയോ വിശുദ്ധിയിൽ, എത്രയോ ദൈവബന്ധത്തിൽ, എത്രയോ സ്വർഗ ചൈതന്യത്തിൽ ജീവിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ കാലഘട്ടം വളരെയേറെ പൈശാചികത നിറഞ്ഞ കാലഘട്ടമാണ്. നമുക്കറിയാം, സകല മേഖലകളിലും നമ്മെ നശിപ്പിക്കാൻ നടക്കുന്ന പിശാച്, നമ്മെ തകർക്കാൻ നടക്കുന്ന പിശാച്, ഒത്തിരിയേറെ മാധ്യമങ്ങൾ, ഇൻ്റർനെറ്റ്, ബ്ലൂ ഫിലിമുകൾ, ഒത്തിരി പ്രോണോഗ്രഫി, മ്ലേച്ഛമായ പ്രവൃത്തികൾ കൊണ്ട്, ഒത്തിരിയേറെ മ്ലേച്ഛതകളും പിശാചിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യമായ ചിന്ത, ഈ യാഥാർത്ഥ്യം, ഈ സെമിത്തേരി ചിന്ത, ഈ ഉറക്കത്തിൻ്റെ, ഉദ്ധാനത്തിൻ്റെ, രണ്ടാം വരവിൻ്റെ ചിന്തകളൊക്കെ നമ്മെ ഉണർത്തണം. അത് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണം. ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഞങ്ങൾ എന്താണെന്നും ഞങ്ങളെവിടെ എത്തിച്ചേരേണ്ടവരാണെന്നുമുള്ള വലിയ ചിന്തകൾ ഈ നവംബർ മാസത്തിൽ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കുന്ന ഈ സമയം വലിയ തിരിച്ചറിവോടുകൂടി ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവേ, സ്വർഗ സൗഭാഗ്യത്തിന് വേണ്ടി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ബലിയുടെ അപരിമേയമായ യോഗ്യതയും അങ്ങയുടെ കുരിശുമരണത്തിൻ്റെ അനന്തമായ യോഗ്യതകളും കൊണ്ട് നിറച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ കരുണയായിരിക്കണമേ. പാപത്തിൻ്റെ മാലിന്യങ്ങളെ കഴുകി വെടുപ്പാക്കി എല്ലാ അശുദ്ധിയും എടുത്തു മാറ്റി ഞങ്ങളുടെ പ്രിയപ്പെട്ട മരിച്ച വിശ്വാസികളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ശരീരങ്ങളെ പവിത്രമായി കാത്തു സൂക്ഷിക്കട്ടെ. വിശുദ്ധിയിൽ ഞങ്ങൾ ജീവിക്കട്ടെ. സ്വർഗത്തിന് വേണ്ടി ജീവിക്കട്ടെ. അവസാനം ഒരു നല്ല വിശ്രമത്തിന് ശേഷമുള്ള ഉയർപ്പ് സ്വർഗപ്രാപ്തിക്കായുള്ള ഉയർപ്പായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുശരീര രക്തങ്ങളോട് ചേർത്ത് സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.